ഈ ചാപ്റ്ററിന്റെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഞാനാണ്. എന്താ, ഓക്കെ അല്ലേ? പാഠത്തിന്റെ വലിപ്പം കണ്ട് പേടിക്കേണ്ട, വെറും 7 മിനിറ്റിനുള്ളിൽ ഈ പാഠം നമുക്ക് പഠിച്ചു തീർക്കാം. ഈ പാഠഭാഗത്തിന്റെ ഒരു അടിപൊളി പെർഫെക്റ്റ് നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാൻ മറക്കരുത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ, ഈ സ്പെഷ്യൽ എക്സ്പ്ലെയിനർ സെഷനിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രൊഫസറാണ്. കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എവിടെയാണ് ബുദ്ധിമുട്ട് വരികയെന്ന്. ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നിങ്ങളുടെ നോട്ട്ബുക്കുകളും പേനയൊക്കെ എടുത്ത് തയ്യാറായിരിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 2-ലെ യുദ്ധകാല സഖ്യത്തിന്റെ തകർച്ച അഥവാ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദ വാർ ടൈം അലയൻസ് എന്ന ചരിത്ര വിഷയമാണ്. ഈ ഒരൊറ്റ സെഷൻ കഴിയുമ്പോൾ ഈ യൂണിറ്റിലെ 100% സിലബസും നിങ്ങളുടെ തലയിലുണ്ടാവും. പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടാൻ ഈ ക്ലാസ് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ശരി, നമുക്ക് തുടങ്ങാം. ആണോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്? വേഗം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേ. അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ പഠനത്തെ പ്രധാനമായും 5 ഘട്ടങ്ങളായിട്ടാണ് ഞാൻ തിരിച്ചിട്ടുള്ളത്. 1. സഖ്യത്തിന്റെ തകർച്ച. 2. യാൾട്ട സമ്മേളനവും പോളണ്ട് പ്രശ്നവും. 3. പോട്സ്ഡാം സമ്മേളനം. 4. വളരെ പ്രശസ്തമായ ഇരുമ്പുമറ പ്രസംഗം. അവസാനമായി നിങ്ങൾക്കേറ്റവും ആവശ്യമുള്ള പരീക്ഷാതന്ത്രങ്ങളും. കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ ഈ ഒരു ഓർഡർ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് തന്നെ കടക്കാം. യുദ്ധകാല സഖ്യത്തിന്റെ തകർച്ച. എങ്ങനെയാണ് ആ വലിയ സഖ്യം തകർന്നടിഞ്ഞത്? സത്യത്തിൽ എന്തുകൊണ്ടാണ് ഈ സഖ്യം പെട്ടെന്ന് തകർന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിന് ഏറ്റവും വലിയ കാരണം അവരുടെ പ്രത്യയ ശാസ്ത്രങ്ങൾ തമ്മിലുള്ള അജഗജാന്തര വ്യത്യാസമായിരുന്നു. നോക്കൂ, ഒരു വശത്ത് അമേരിക്കയും ബ്രിട്ടനും. അവർ മുതലാളിത്വ ജനാധിപത്യ രാജ്യങ്ങളായിരുന്നു. സ്വതന്ത്ര വിപണിയും ബഹുസ്വരതയും, അതായത് എല്ലാവർക്കും രാഷ്ട്രീയ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യവസ്ഥിതിയാണ് അവർ പ്രോത്സാഹിപ്പിച്ചത്. എന്നാൽ മറുവശത്ത് സോവിയറ്റ് യൂണിയൻ അങ്ങനെയല്ലായിരുന്നു. അതൊരു കേന്ദ്രീകൃത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നു. അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. എതിർപ്പുകളെ അടിച്ചമർത്തുന്ന രീതിയാണ് അവർ പിന്തുടർന്നിരുന്നത്. 2 വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ഈ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് യഥാർത്ഥ അടിത്തറയിട്ടത്. ഇവിടെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു സാങ്കേതിക പദമുണ്ട്: സംരക്ഷണ ബഫർ സോൺ. എന്താണീ സംരക്ഷണ ബഫർ സോൺ? വളരെ ലളിതമായി പറഞ്ഞാൽ, ശത്രുക്കളായ ശക്തികളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു നിഷ്പക്ഷ മേഖലയാണിത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് ഭയങ്കര ശത്രുവായ ഒരു അയൽക്കാരനുണ്ടെങ്കിൽ അയാളിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങളുടെ വീടിനു ചുറ്റും നിങ്ങൾ വലിയൊരു മതില് പണിയില്ലേ? കൃത്യമായി ഇതുതന്നെയാണ് സ്റ്റാലിനും ചെയ്തത്. ഭാവിയിൽ പടിഞ്ഞാറ് നിന്നൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ അടിച്ചേൽപ്പിച്ച് തങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ മതിൽ അഥവാ ബഫർ സോൺ നിർമ്മിക്കാൻ സോവിയറ്റ് യൂണിയൻ ശ്രമിച്ചു. ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു. ഈ ബഫർ സോൺ നിർമ്മാണം മാത്രമല്ല, മറ്റു ചില സംഭവങ്ങളും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത ആളിക്കത്തിക്കാൻ കാരണമായി. US പ്രസിഡന്റ് റൂസ്വെൽറ്റ് മരിച്ചതിനു ശേഷം അധികാരത്തിൽ വന്ന ഹാരി എസ് ട്രൂമാൻ സോവിയറ്റ് യൂണിയനോട് വളരെ കർശനമായ നിലപാടാണ് എടുത്തത്. മുൻഗാമിയെപ്പോലെ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ഇതിനു പുറമെ നടന്ന മറ്റൊരു വലിയ സംഭവമാണ് ജപ്പാനിലെ അണുബോംബ് പ്രയോഗം. സ്റ്റാലിനുമായി യാതൊരു ആലോചനയുമില്ലാതെയാണ് അമേരിക്ക ഈ രഹസ്യ നീക്കം നടത്തിയത്. ഇത് സ്റ്റാലിൻ വലിയൊരു ഭീഷണിയായി കണ്ടു. ഇവരുടെ ഇടയിലുള്ള അവിശ്വാസം ഇരട്ടിയാകാൻ ഇത് കാരണമായി. ശരി, ഇനി നമ്മൾ 2ാമത്തെ മോഡ്യൂളിലേക്ക് പോവുകയാണ്: യാൾട്ട സമ്മേളനവും പോളണ്ട് പ്രശ്നവും. വിദ്യാർത്ഥികളെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ആദ്യം ഈ സമ്മേളനത്തിന്റെ പശ്ചാത്തലം നോക്കാം. തീയതി പ്രത്യേകം ഓർമ്മിച്ചു വയ്ക്കുക: 1945 ഫെബ്രുവരി. ഇതിൽ പങ്കെടുത്തത് ലോകത്തെ ഏറ്റവും വലിയ 3 നേതാക്കളാണ്: അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ, പിന്നെ സോവിയറ്റ് നേതാവ് ജോസഫ് സ്റ്റാലിൻ. ഈ ബിഗ് 3 അല്ലെങ്കിൽ വലിയ മൂവർ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യമെന്തായിരുന്നു? യുദ്ധാനന്തര യൂറോപ്പിന്റെ ഭാവി എന്തായിരിക്കണം എന്ന് പ്ലാൻ ചെയ്യുക എന്നത് മാത്രമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം. എന്നാൽ ഈ യാൾട്ട സമ്മേളനത്തിലെ ഏറ്റവും വലിയ തലവേദന എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ അത് പോളണ്ടായിരുന്നു. സ്റ്റാലിൻ അവിടെ ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പോളണ്ടിന്റെ കിഴക്കൻ അതിർത്തി കേൾസൺ ലൈനിലേക്ക് മാറ്റാനും ആ പ്രദേശം സോവിയറ്റ് യൂണിയനോട് ചേർക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനു പകരമായി ജർമ്മനിയുടെ ചില പ്രദേശങ്ങൾ പോളണ്ടിന് നഷ്ടപരിഹാരമായി നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമിശാസ്ത്രപരമായി വളരെ സങ്കീർണമായൊരു നീക്കമായിരുന്നു ഇത്. പോളണ്ടിനെക്കുറിച്ചുള്ള ഉപന്യാസ ചോദ്യങ്ങളിൽ നിങ്ങൾ ഈ കേൾസൺ ലൈൻ എന്ന വാക്ക് കൃത്യമായി എഴുതിയിരിക്കണം കേട്ടോ, എങ്കിലും മുഴുവൻ മാർക്കും കിട്ടൂ. അതിർത്തി പ്രശ്നം മാത്രമല്ല, പോളണ്ട് ആര് ഭരിക്കും എന്നതിലും അവിടെ വലിയ തർക്കമുണ്ടായി.
പോളണ്ടിൽ അന്ന് 2 സർക്കാരുകൾ തമ്മിൽ ഒരു വടംവലി നടക്കുകയാണ്. ഒരെണ്ണം ല്യൂബ്ലിൻ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അനുകൂല താൽക്കാലിക സർക്കാർ. ഇതിന് നമ്മുടെ സ്റ്റാലിൻ എന്തുണച്ചു. രണ്ടാമത്തേത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ജനാധിപത്യ സർക്കാർ. ഇതിനെ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണച്ചു. അക്ഷരാർത്ഥത്തിൽ പോളണ്ടിനുമേൽ 2 വൻ ശക്തികൾ തമ്മിലുള്ള ഒരു പിടിവലിയായിരുന്നു അത്. ഒടുവിൽ പോളണ്ടിൽ തികച്ചും സ്വതന്ത്രമായൊരു തിരഞ്ഞെടുപ്പ് നടത്താമെന്ന് സ്റ്റാലിൻ അവിടെ വെച്ച് സമ്മതിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ അത് വിശ്വസിച്ചു. എന്നാൽ അത് വെറുമൊരു പൊള്ളായ വാഗ്ദാനമായിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയും പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ഉറപ്പാക്കുകയും ചെയ്തു. പോളണ്ടിനു പുറമെ റൊമാനിയ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിലും തങ്ങൾക്കനുകൂലമായ സർക്കാരുകളെ സ്ഥാപിച്ച സ്റ്റാലിൻ തന്റെ ആ സംരക്ഷണ ബഫർ സോൺ വിജയകരമായി പൂർത്തിയാക്കി. അവിശ്വാസത്തിന്റെ വിടവ് അവിടെ വീണ്ടും വലുതാവുകയായിരുന്നു. അടുത്തത് മൂന്നാമത്തെ മൊഡ്യൂൾ 1945 വേനൽക്കാലത്ത് നടന്ന പോട്സ്ഡാം സമ്മേളനവും അതിലെ നേതൃനിലയിലുണ്ടായ മാറ്റങ്ങളും. 1945 ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് ഈ പോട്സ്ഡാം സമ്മേളനം നടന്നത്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേതാക്കളുടെ മാറ്റമാണ്. അമേരിക്കൻ പ്രസിഡന്റായി റൂസ്വെൽറ്റിനു പകരം ഹാരി എസ് ട്രൂമാൻ എത്തി. ബ്രിട്ടനിലാകട്ടെ സമ്മേളനത്തിനിടയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ സാക്ഷാൽ വിൻസ്റ്റൺ ചർച്ചിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് പകരം പുതിയ പ്രധാനമന്ത്രിയായി ക്ലെമന്റ് ആറ്റ്ലി പങ്കെടുത്തു. സോവിയറ്റ് പ്രീമിയർ ജോസഫ് സ്റ്റാലിൻ മാത്രം അവിടെ തുടർന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷാ പേപ്പറിൽ ഇത് നിങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ സമ്മേളനത്തിൽ ജർമ്മനിയുടെ ഭാവിയെക്കുറിച്ച് വളരെ സുപ്രധാനമായ തീരുമാനങ്ങളെടുത്തു. അത് ഓർമ്മിക്കാൻ എളുപ്പത്തിൽ ദ 3 Ds എന്ന് നിങ്ങൾ പഠിച്ചുവെക്കുക. സൈനികവൽക്കരണം ഒഴിവാക്കൽ, ഡീമിലിറ്ററൈസേഷൻ; നാസിവൽക്കരണം ഇല്ലാതാക്കൽ, ഡീനേസിഫിക്കേഷൻ; ജനാധിപത്യവൽക്കരണം, ഡെമോക്രറ്റൈസേഷൻ. അതായത് ഡീമിലിറ്ററൈസേഷൻ, ഡീനാസിഫിക്കേഷൻ, പിന്നെ ഡെമോക്രറ്റൈസേഷൻ. ഈ 3 കാര്യങ്ങളായിരുന്നു ജർമ്മനിയെക്കുറിച്ചുള്ള അവരുടെ പ്രധാന അജണ്ട. ഈ ചാർട്ട് നോക്കൂ. ജർമ്മനിയെ തുല്യമായ 4 അധിനിവേശ മേഖലകളായി തിരിക്കാൻ അവർ തീരുമാനിച്ചു. കൃത്യം 25% വീതം. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ എന്നീ 4 രാജ്യങ്ങൾക്കായിരുന്നു ഇതിന്റെ നിയന്ത്രണം. ഈ ജർമ്മൻ ഭരണനിർവഹണം സുഗമമാക്കാൻ വേണ്ടി ഒരു അലൈഡ് കൺട്രോൾ കൗൺസിൽ രൂപീകരിക്കാനും ഈ സമ്മേളനത്തിൽ അവർ തീരുമാനിച്ചു. അടുത്ത പ്രധാന വിഷയം സാമ്പത്തിക നഷ്ടപരിഹാരമായിരുന്നു. പണത്തിന്റെ കാര്യം. ഓരോ രാജ്യത്തിനും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ നിന്ന് യുദ്ധനഷ്ടപരിഹാരം ഈടാക്കാൻ അനുമതി നൽകി. എന്നാൽ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനെ ലക്ഷക്കണക്കിന് ആളുകളെയും വലിയ സമ്പത്തും നഷ്ടപ്പെട്ടതുകൊണ്ട് പടിഞ്ഞാറൻ മേഖലകളിൽ നിന്ന് അവർക്ക് കുറച്ചുകൂടി അധികമായി നഷ്ടപരിഹാരം നൽകാനും സമ്മേളനത്തിൽ ധാരണയായി. ഈ പോട്സ്ഡാം സമ്മേളനത്തിനിടെ ചരിത്രപരമായ മറ്റൊരു കിടിലൻ സംഭവം കൂടി നടന്നു. അമേരിക്കയുടെ വിജയകരമായ അണുബോംബ് പരീക്ഷണത്തെക്കുറിച്ച് ട്രൂമാൻ സ്റ്റാലിനോട് വളരെ രഹസ്യമായി ഒന്ന് സൂചിപ്പിച്ചു. സ്റ്റാലിനെ ഇത് ശരിക്കും ഭയപ്പെടുത്തി. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം കൊടുമുടിയിലെത്തിക്കുകയും ലോകത്ത് അണുവായുധ നയതന്ത്രത്തിന്റെ അഥവാ ന്യൂക്ലിയർ ഡിപ്ലോമസിയുടെ ഒരു പുതിയ യുഗത്തിന് തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചരിത്രപരമായ മൊഡ്യൂളിലേക്ക് നീങ്ങാം. 20ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ഐതിഹാസികവും പ്രശസ്തവുമായ പ്രസംഗങ്ങളിലൊന്നായ ഇരുമ്പുമറ പ്രസംഗം അഥവാ ദി അയൺ കർട്ടൻ സ്പീച്ച്. ഇവിടുത്തെ വിവരങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക, ഒട്ടും തെറ്റാൻ പാടില്ല. 1946 മാർച്ച് 5 അമേരിക്കയിലെ മിസൂറിയിലുള്ള വെസ്റ്റ്മിൻസ്റ്റർ കോളേജിൽ വെച്ചാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഈ പ്രസംഗം നടത്തിയത്. ഈ പ്രസംഗത്തിന്റെ ഔദ്യോഗിക പേര് ഇരുമ്പുമറ പ്രസംഗം എന്നായിരുന്നില്ല, മറിച്ച് സമാധാനത്തിന്റെ സിരകൾ അഥവാ ദ സിന്യൂസ് ഓഫ് പീസ് എന്നായിരുന്നു. ഈ പ്രസംഗത്തിലെ ആ മാസ്റ്റർപീസ് വാചകം ഇതാണ്: ബാൾട്ടിക്കിലെ സ്റ്റെറ്റിൻ മുതൽ അഡ്രിയാറ്റിക്കിലെ ട്രീസ്റ്റ് വരെ യൂറോപ്പ് ഭൂഖണ്ഡത്തിലുടനീളം ഒരു ഇരുമ്പുമറ വീണിരിക്കുന്നു. വിദ്യാർത്ഥികളെ, എന്റെ ഒരു ഉപദേശം കേൾക്കുക. പരീക്ഷയ്ക്ക് ഈ വാചകം നിങ്ങൾ അതേപടി ഉദ്ധരിച്ചാൽ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകന് വലിയ മതിപ്പുണ്ടാകും. നിങ്ങൾക്കിതിന്റെ മുഴുവൻ മാർക്കും ഉറപ്പാക്കാം. എന്തായിരുന്നു ഈ ഒരൊറ്റ പ്രസംഗത്തിന്റെ പ്രത്യാഘാതങ്ങൾ? പാശ്ചാത്യ രാജ്യങ്ങളും കിഴക്കൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും തമ്മിലുള്ള പൊരുത്തപ്പെടാനാവാത്ത വലിയ സാംസ്കാരികവും പ്രത്യാശാസ്ത്രപരമായ വിടവിനെ ഈ പ്രസംഗം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. യൂറോപ്പ് അക്ഷരാർത്ഥത്തിൽ 2ആയി പിളർന്നു. വാഴ്സ, ബെർലിൻ, പ്രാഗ് തുടങ്ങിയ പ്രധാന നഗരങ്ങളെല്ലാം സോവിയറ്റ് യൂണിയന്റെ ഇരുമ്പുമറയ്ക്ക് പിന്നിലായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയൊരു സോവിയറ്റ് വിരുദ്ധ മനോഭാവം വളർത്തുകയും പിന്നീട് ട്രൂമാൻ സിദ്ധാന്തം, അതുപോലെ നാറ്റോ എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്തു. ശരി, നമ്മളെല്ലാ വിഷയങ്ങളും പഠിച്ചു കഴിഞ്ഞു.
ഇനി അവസാന ഭാഗം, പൂർണ്ണമായും പരീക്ഷാ തയ്യാറെടുപ്പിലേക്ക് കടക്കാം. പേനയൊക്കെ എടുത്ത് റെഡിയായിരുന്നോളൂ. ഈ പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിൽ എങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ 20 വർഷത്തെ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, ഈ ടേബിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യാൾട്ട സമ്മേളനം സെക്ഷൻ സിയിൽ 4 മാർക്കിന്റെ ചോദ്യമായി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ട്രൂമാൻ സിദ്ധാന്തം 1, 2 അല്ലെങ്കിൽ 4 മാർക്കുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇനി എസ്സേ ചോദ്യത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. ശീതയുദ്ധത്തിന്റെ കാരണങ്ങളെന്ന 10 മാർക്കിന്റെ ഉപന്യാസ ചോദ്യം വന്നാൽ നിങ്ങൾ നിർബന്ധമായും യാൾട്ട പോട്സ്ഡാം സമ്മേളനങ്ങളിലെ തർക്കങ്ങൾ, ജർമ്മനിയുടെ വിഭജനം, പോളണ്ട് പ്രശ്നം എന്നിവ കൃത്യമായി അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എന്റെ ഉറപ്പായ ഒരു പ്രവചനം എന്തെന്നാൽ, ഇരുമ്പുമറ പ്രസംഗം 4 മാർക്കിന്റെ ഷോർട്ട് നോട്ടായി വരാൻ വളരെ ഉയർന്ന സാധ്യതയുണ്ട്. കൂടാതെ പോട്സ്ഡാം സമ്മേളനത്തിൽ ജർമ്മനിയെ 4 മേഖലകളായി തിരിച്ചത് സംബന്ധിച്ച ചോദ്യം 2 മാർക്കിനും വരാം. അപ്പോൾ വിദ്യാർത്ഥികളെ, പരീക്ഷയിൽ മുഴുവൻ മാർക്കും മേടിക്കാൻ ഈ പറഞ്ഞ പോയിന്റുകൾ ഉപയോഗിക്കാൻ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? നമ്മൾ ഈ സെഷനിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ നോട്ടുകളിൽ നന്നായി വായിച്ചു നോക്കുക. സിലബസിലെ എല്ലാ പ്രധാന പോയിന്റുകളും നമ്മൾ വളരെ കൃത്യമായി കവർ ചെയ്തിട്ടുണ്ട്. ഇനി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുക. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക. വലിയ ശത്രുതയിലായിരുന്ന ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആ സഖ്യം എന്നെങ്കിലും യഥാർത്ഥമായിരുന്നോ? അതോ ഒഴിവാക്കാനാവാത്ത ഒരു വലിയ ശീതയുദ്ധത്തിനു മുമ്പുള്ള വെറുമൊരു ഇടവേള മാത്രമായിരുന്നോ അത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നന്നായി പഠിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വലിയ വിജയമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാനം നമ്മളൊരു പരീക്ഷ പേപ്പർ പ്രവചിക്കും. അത് പഠിച്ചു പോയാൽ വിജയം ഉറപ്പാണ്. കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം പലരും വിചാരിച്ചത് ഞാനാണ് പരീക്ഷ പേപ്പർ തയ്യാറാക്കിയാണ് എന്നായിരുന്നു. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുവഴി ജോയിൻ ചെയ്തോളൂ.